1 പത്രോസ് 4-ാം അധ്യായം 1-ാമത്തെ വാക്യം ശ്രദ്ധിച്ച് കേൾക്കണം. വചനം ഇതാണ്. പത്രോസ് പഠിപ്പിക്കുകയാണ്, ശരീരത്തിൽ പീഡനമേറ്റ യേശുക്രിസ്തുവിന്റെ മനോഭാവം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടായിരിക്കട്ടെ. അത് നിങ്ങളുടെ കയ്യിൽ ഒരായുധം പോലെ ഇരിക്കട്ടെ. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. എന്തായിരിക്കും മനോഭാവം? യേശുക്രിസ്തുവിൻ്റെ മനോഭാവം എന്താണെന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ ആദ്യം എൻ്റെയും നിങ്ങളുടെയും മനോഭാവം എന്താണെന്നറിയണം. എന്താ നമ്മുടെ മനോഭാവം? ശ്രദ്ധിച്ചോ. എന്നെയാണ് കുരിശിൽ തറച്ച് കൊല്ലുന്നതെങ്കിൽ, എന്നെയാണ് കുരിശിൽ തറച്ച് കൊല്ലുന്നതെങ്കിൽ എൻ്റെ മനോഭാവം ഞാൻ പറയാൻ പോവാണ്. എൻ്റെ മനോഭാവം ഇതാണ്. എൻ്റെ കയ്യേൽ ആണിതറയ്ക്കുന്നു, ഈ കയ്യേൽ ആണിതറയ്ക്കുന്നു, ഈ കാലയിൽ ആണിതറയ്ക്കുന്നു, ഒരാൾ നെഞ്ചത്ത് കുത്തുന്നു, ഇത്രയും കാര്യങ്ങൾ, അല്ലെങ്കിൽ തലയിൽ മുൾമുടി വയ്ക്കുന്നു. എൻ്റേതാണെങ്കിൽ ഞാൻ എല്ലാവരെയും നോട്ട് ചെയ്യും. എനിക്ക് ഉയർത്തെഴുന്നേക്കാൻ ഒരു അവസരം കൂടെ കിട്ടിയാൽ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്നാണെന്നറിയോ? എൻ്റെ കയ്യേൽ ആണിതറച്ചോൻ്റെ വീട്ടിൽ പോവും. ആദ്യം അതിന് തിരിച്ച് 2 എണ്ണം പറഞ്ഞ്, അതിന് തിരിച്ചൊരടി, അതിന് ബാക്കി ചെയ്യാണ്ട് അടുത്ത ശുശ്രൂഷയില്ല. കാരണം അതെൻ്റെ മനോഭാവമാണ്. എൻ്റെ മനോഭാവം എന്താ? എന്നെ അടിച്ചവനെ വെറുതെ വിടിയല്ല. എന്നെ മുറിപ്പെടുത്തിയോണ്ട് തിരിച്ച് ഞാൻ വെട്ടും. എന്നെ വെട്ടിയോ, ആ വെട്ട് ഉണങ്ങുന്നതിന് മുമ്പ് തിരിച്ചും വെട്ടും. പത്രോസിക പറയാണ്, അത് മനുഷ്യൻ്റെ മനോഭാവം. എന്നെ തെറി പറഞ്ഞു, ഞാനും തിരിച്ചു പറയും. എന്നെ അടിച്ചു, ഞാൻ തിരിച്ചടിക്കും. പത്രോസിക പറയാണ്, ശരീരത്തിൽ പീഡനമേറ്റ യേശുക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. എന്തായിരുന്നു മനോഭാവം? ഈശോയുടെ മനോഭാവം ഇതാണ്. ഈശോയെ കയ്യിലും കാലിലും ഒക്കെ കുരിശിൽ തറച്ചു കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ് ഈശോ ആദ്യം പോയത് എങ്ങോട്ടാണെന്നറിയോ? സ്നേഹിച്ചിരുന്ന ശിഷ്യന്മാരുടെ അടുത്തേക്ക്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത്. അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ ആ സഹനം ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹ കാരണമാകും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് സഹനം അത് വലിയ കഷ്ടമാണ്. സഹനം, ദൈവമേ സഹനത്തിന് മുമ്പിൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ നമുക്ക് തോന്നും, ആത്മഹത്യ. സഹനം വരുന്നവരൊക്കെ പോയി മരിക്കാം. പലരും പറയില്ലേ, മടുത്തു, അതുകൊണ്ട് മരിക്കാനാ തോന്നുന്നത്. ഞാനും എൻ്റെ ഒരു അനുഭവം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ സമയത്ത്. സഹനത്തെക്കുറിച്ച് വളരെ ചെറുപ്പത്തിലേ മുതൽ ഒരുപാട് സഹനത്തിലൂടെ കടന്നു വന്ന ഒരാളാണ് ഞാൻ. ഒരുപാട് സഹനം. കാരണം എൻ്റെ ഓർമ്മ വച്ച കാലം മുതൽ എൻ്റെ അപ്പച്ചൻ വലിയൊരു മദ്യപാനി. എന്നും വീട്ടിൽ വഴക്ക്, നല്ലൊരു ഭക്ഷണമില്ല, ഉറങ്ങാൻ പറ്റില്ല, ഉപദ്രവം. ഒരു ദിവസവും കരയാത്ത ദിവസങ്ങളില്ല. ഇറങ്ങി ഓടണം. ഇതെല്ലാം പറയുമ്പം എൻ്റെ വീട്ടിലുള്ളവരെ മുഴുവൻ കുറ്റപ്പെടുത്തിയാണല്ലോ അച്ഛൻ ധ്യാനം പറയുന്നതെന്ന് പറയരുത്. ഞാനിനി പറയുന്നത് എൻ്റെ ജീവിതമാണ്. അതിൽ നിന്നാണ് എനിക്ക് എന്നോട് ദൈവം സംസാരിച്ചത്. ഞാൻ അതുകൊണ്ട് പുസ്തകത്തിൽ നിന്ന് വായിച്ചൊരു അറിവല്ല പറയുന്നത്, സഹനത്തിന് വിലയുണ്ടെന്ന് പറയാൻ പോവാണ്. എന്നെ ഇപ്പോൾ ഇതുപോലുള്ള ഒരു അൾത്താരയിൽ അല്ലെങ്കിൽ ഒരു മുമ്പിൽ ദൈവവചനം പറയാൻ പാകത്തിന് ഒരു അനുഗ്രഹമുള്ള ഒരു വ്യക്തിയായി എന്നെ മൈക്ക് പിടിച്ച് നിർത്തിയതുണ്ടല്ലോ. എൻ്റെ കഴിവിലോ ബുദ്ധിയിലോ സ്കൂളിൽ പഠിച്ച യോഗ്യത കൊണ്ടോ കഴിവിൻ്റെയോ മിടുക്കിൻ്റെയോ അടിസ്ഥാനത്തിലല്ല. ഒരു കാലത്ത് വലിയ സഹനത്തിലൂടെ കടന്നുപോയ സമയത്ത് ദൈവം തന്ന അനുഗ്രഹത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇവിടെ നിൽക്കുന്നത് പോലും. എൻ്റെ ചെറുപ്പകാലത്ത് സാഹചര്യങ്ങളെല്ലാം പ്രതികൂലം. അന്നേരം എനിക്ക് തോന്നി, ദൈവം എവിടെ? എന്തുകൊണ്ടിത്? എൻ്റെ വീടിരിക്കുന്ന സ്ഥലത്ത് വേറെ 4 വീടുകൾ കൂടിയുണ്ട്. ഒരു വീട്ടിലും ഒരു സങ്കടവും ഇല്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ഹൈന്ദവ കുടുംബമാണ് താമസിച്ചത്. പാവപ്പെട്ട കുടുംബമാണേലും അവർ ഞങ്ങളോട് എപ്പോഴും പറയുമായിരുന്നു, എന്തു പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങളുടെ വീട് രാത്രിയിൽ അടക്കില്ല കേട്ടോന്ന്. അതായത് ഞങ്ങളുടെ വീട്ടിൽ എന്ത് പ്രശ്നം കൂടിയാലും ഏകത്തിൽ ഇവരുടെ വീട്ടിൽ വന്ന് കയറാം. അത്രയും സ്വാതന്ത്ര്യമുള്ള കുടുംബമുണ്ടായിരുന്നു. എന്നാലും പലപ്പോഴും പറമ്പിലിരുന്ന് നേരം വെളുപ്പിക്കുക എന്നല്ലാണ്ട് ഈ വീട്ടിലൊന്നും കയറി പോയിട്ടില്ല. ചില സമയങ്ങളിൽ പോയിട്ടുണ്ട്, ഒരുപാട് സമയങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട്. അവർ ഞങ്ങൾക്കായി ഭക്ഷണം തരും. ഒരു വീട് പോലെ ആയിരുന്നു, ഒരു വീട് പോലെ. സ്വന്തക്കാരേക്കാൾ സ്നേഹം നല്ല ഈ കുടുംബമാണ്.
എൻ്റെ അപ്പച്ചൻ്റെ മദ്യപാനത്തിൻ്റെ കെട്ട് പൂസ് വിട്ട് കഴിഞ്ഞാലാണ് വിറക് വരയിലോ അടുക്കളയുടെ അടിയിലോ എവിടെയെങ്കിലും പോയി നേരം വെളുപ്പിക്കാൻ പറ്റുന്നത്. ഉറങ്ങാൻ കൊതിച്ചിട്ടുള്ള ഒരുപാട് നാളുകളുണ്ട്. അന്നൊക്കെ എനിക്കിതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. ഇപ്പോൾ പറയുമ്പോൾ എൻ്റെ അപ്പച്ചനെ കുറ്റം പറഞ്ഞിട്ടൊന്നുമല്ല ധ്യാനം പറയുന്നത്. എനിക്ക് അങ്ങനെയുള്ള സഹനങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ദൈവത്തെ ഞാൻ കണ്ടതും ദൈവത്തെ ഞാൻ അനുഭവിച്ചതും ഈ ദൈവവചനം ഞാൻ പ്രസംഗിക്കുന്നതും. അല്ലെങ്കിൽ ഞാനും പലരെയും പോലെ ആരെയെങ്കിലുമൊക്കെ പോലെ ഞാനും സുഖമായിട്ട് TV കാണുകയോ മൊബൈൽ നോക്കിയിരിക്കുകയോ അല്ലെങ്കിൽ എനിക്ക് സുഖമായി കാറെടുത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്തോടെ ഒന്ന് കറങ്ങി ഒക്കെ സുഖസമൃദ്ധമായിട്ട് എങ്ങനെയൊക്കെ കറങ്ങി ജീവിക്കാനൊക്കെ പറ്റും പലരെയും പോലെ. പക്ഷെ ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ ഈ സമയം ഉപയോഗിക്കുന്നതന്നെ ദൈവത്തെ അറിഞ്ഞ് അനുഭവിച്ച സമയങ്ങൾ ഒരു നിശ്ചിത കാലത്ത് മുമ്പ് ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് എപ്പോഴും ഞാൻ ഇങ്ങനെ പറയും. എന്നോട് ഒരു അനുഭവമുള്ള ഒരു അച്ഛൻ പറഞ്ഞു, നിനക്കുണ്ടായ എല്ലാ സഹനങ്ങളെ ഓർത്ത് നീ ദൈവത്തിന് നന്ദി പറയണം. നമ്മൾ ആരും നന്ദി പറയാത്തൊരു കാര്യമാണ് സഹനങ്ങൾ. ദൈവമേ, എല്ലാ സഹനങ്ങൾക്കും നന്ദി കേട്ടോ, എല്ലാ പരാജയങ്ങൾക്കും നന്ദി, എല്ലാ ഒറ്റപ്പെടലുകൾക്കും നന്ദി. എപ്പോഴെങ്കിലും നന്ദി പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് കഴിഞ്ഞ 10 വർഷമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ സഹനങ്ങൾക്കും നന്ദി. എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ എല്ലാ പരാജയങ്ങൾക്കും നന്ദി. ഒരു പ്രാവശ്യമല്ല, 100 നന്ദി. എല്ലാ സഹനങ്ങൾക്കും നന്ദി. അങ്ങനെ പറയാനുള്ള സാഹചര്യത്തിലേക്ക് വരിക. അങ്ങനെ ഞാൻ ജീവിച്ച സമയത്ത് നല്ലൊരു ഭക്ഷണത്തിന് വേണ്ടി പോലും കൊതിച്ചു. നല്ലൊരു ഭക്ഷണം കഴിക്കണമെന്നുള്ളത് ഒരു വലിയൊരു ആഗ്രഹം പോലെയായിരുന്നു. നല്ല ഭക്ഷണം കഴിക്കുന്ന സ്ഥലങ്ങൾ കണ്ടാൽ, നല്ല ഭക്ഷണം കൊടുക്കുന്ന സ്ഥലങ്ങളിലേക്ക് നോക്കി നിൽക്കും. അപ്പോൾ ചിലപ്പോൾ ആളുകൾ ഓടിക്കും. നല്ല ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്ത കാലത്ത് എൻ്റെ അമ്മ പന്നിക്ക് കൊടുക്കാൻ കൊണ്ടിരുന്ന ഭക്ഷണം വീതം വെക്കും. അതിനകത്ത് ഒരു ഭാഗമേ പന്നിക്കുള്ളൂ. അതിനകത്തു നിന്നും നല്ലതെടുത്തിട്ട് ഞങ്ങൾ വീട്ടിൽ ഉപയോഗിച്ചിട്ടേ ബാക്കി കൊടുക്കത്തുള്ളൂ. നിങ്ങൾ പറയും ഇത് ഞാൻ നുണയാ പറയുന്നേന്ന്. ഇത് 100% ദൈവനാമത്തിൽ നുണയല്ല. പറഞ്ഞേ ഹല്ലേലൂയ. സഹനങ്ങളിലൂടെ കടന്നുപോയി. സഹനങ്ങളിലൂടെ 10ാം ക്ലാസ്സിൽ പഠിച്ച് എനിക്ക് പിന്നീട് ഒരു ആഗ്രഹം, ഏതെങ്കിലും ഒരു സെമിനാരിയിൽ പോകണം. സെമിനാരിൽ പോകുമ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. എൻ്റെ പ്രാർത്ഥന ആരും പ്രാർത്ഥിച്ചേക്കരുത്. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ, എന്നെ പോലെ തന്നെ സങ്കടമുള്ള ഒരുത്തനും കൂടെ സെമിനാരി ചേരാൻ ഇടയാകണേന്ന്. എന്നെ പോലെ സങ്കടം വരണമെങ്കിൽ അപ്പൻ കുടിയനായിട്ടുള്ള ഒരാൾ കൂടെ സെമിനാരി വരണം. എൻ്റെ സങ്കടമുള്ള ഒരാളും കൂടെ ഉണ്ടാകണേന്ന്. അങ്ങനെ സെമിനാരി ചേർന്നു. 19 പേര് സെമിനാരിയിൽ, 1-9. 18 പേര് ഞാൻ മുഖത്ത് നോക്കി. ആർക്കും ഒരു സങ്കടമോ ദുഃഖമോ എനിക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. എല്ലാവരും ആ പ്രായത്തിൻ്റെ സന്തോഷത്തിൽ. ഞാൻ മാത്രം എൻ്റെ മനസ്സ് ദുഃഖിച്ച്. അപ്പോൾ എന്നോട് പഠിപ്പിച്ചിരുന്ന അധികാരികൾ ചോദിച്ചു, എന്താ എപ്പോഴും ദുഃഖം, എന്താ ദുഃഖം? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല. അപ്പോൾ അവർ വിചാരിച്ചു എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ മാറിയത് കൊണ്ടായിരിക്കും ദുഃഖം എന്ന് വിചാരിച്ചു. സെമിനാരിയിൽ 1 വർഷം ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ, എൻ്റെ പോലത്തെ സങ്കടമുള്ള ആരെയും ഒന്നും എനിക്കൊരു കൂട്ടുകാരനായിട്ടില്ലല്ലോ. എൻ്റെ സങ്കടം ആരോടെങ്കിലും പറഞ്ഞാൽ അവർ പറയും, ഇപ്പൊ കുടിക്കാത്ത ആരാ ഉള്ളേ? കുടിക്കുന്ന ഇപ്പൊ മദ്യപാനത്തിന്റെ വിഷമം മൂലം വിഷമിക്കാത്തവരൊക്കെ ചിന്തിക്കുന്നറിയോ, ഇപ്പൊ ഇച്ചിരി കുടിച്ചെന്നോർത്ത് ഇപ്പൊ അവരൊക്കെ ഇപ്പൊ എന്താ പറ്റിയത്? കുടിക്കാത്ത മനുഷ്യന്മാരുണ്ടോ? ഇങ്ങനെ ന്യായീകരിക്കുന്നവരുണ്ട്. പക്ഷെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർക്കേ അതിന്റെ തീവ്രത മനസ്സിലാകത്തുള്ളൂ. അതിന്റെ ഈ കത്തിവെച്ച് മുറിച്ചതുപോലുള്ള വേദനയെ. എൻ്റെ വീട്ടിൽ ഞാൻ താമസിച്ചിരുന്ന സമയത്ത് മിക്ക ദിവസങ്ങളിൽ രാത്രിയിലും ഈ ലൈറ്റ് എടുത്തില്ല. ലൈറ്റ് അല്ല, അന്ന് വിളക്ക് ഓണാക്കത്തില്ല. കാരണം എൻ്റെ അപ്പച്ചൻ മദ്യപിച്ചാ വരുന്നെങ്കിൽ ആ വെളിച്ചം കാണുന്നിടത്തേക്ക് വന്ന് ഉപദ്രവിക്കും. അതുകൊണ്ട് ഇരുട്ടത്താണേലും ഒരു മെഴുകുതിരി, ഒരു വിളക്കൊക്കെ കത്തിച്ചു വെക്കുള്ളൂ. എന്തെങ്കിലും ഒരു അസ്വസ്ഥതയോ ഒച്ചയോ തോന്നിയാൽ അന്നേരം അത് ഊതി ഓടും. വഴി വളരെ ക്ലിയർ ആയിട്ട് ഓടി രക്ഷപ്പെടും. അങ്ങനെ സെമിനാരിയിൽ ചെന്നപ്പോഴും എനിക്ക് വെളിച്ചത്ത് നിൽക്കാൻ ഒരു പേടിയുണ്ടായ സമയമുണ്ടായി. വെളിച്ചത്ത് ട്യൂബ് ലൈറ്റിന്റെ വെട്ടത്ത് എന്നെ കാണത്തില്ല. സെമിനാരിയിൽ 1 വർഷം കഴിഞ്ഞ് 2ാമത്തെ വർഷത്തിലേക്ക് ഞാൻ കയറി. 2ാം വർഷം കയറിയപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ ബാത്റൂമിന്റെ പുറകിൽ നിന്ന് ഭയങ്കരം കരച്ചിൽ. അപ്പം ഞാൻ എൻ്റെ ഈ കൂട്ടുകാരൻ കരയുന്നത് കണ്ടപ്പം ഞാൻ ചോദിച്ചു, എന്താണ് കരഞ്ഞത്? ഒന്നുമില്ല എന്ന് പറഞ്ഞു. കരയാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞു. ഒന്നുമില്ലാതിരിക്കില്ല, എന്തുകൊണ്ട്? അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചപ്പം അവൻ്റെ അപ്പനും ഇതിനേക്കാൾ കുടിയാണ്. ഈ വിവരം അവൻ്റെ അമ്മ എഴുത്തിലൂടെ എഴുതി അറിയിച്ചിരിക്കുകയാണ്. അങ്ങനെ അന്നു മുതൽ ഞാനും ആ വ്യക്തിയും തമ്മിൽ വലിയ സുഹൃത്തുക്കളായി. അങ്ങനെയാണ് ഒരു സുഹൃത്ത് ബന്ധം ആരംഭിക്കുന്നത്. അങ്ങനെ പിന്നീട് ഞാൻ
എൻ്റെ വീട്ടിൽ നിന്ന് ഒരു കത്ത് വന്നാലും ഇതേ ആശയമായിരിക്കും. അതുകൊണ്ട് ഞാൻ മിക്കവാറും അത് ഓടിച്ചിട്ട് വായിച്ചിട്ട് ഇവന് തന്നെ കൊടുത്തേക്കും. ഇവൻ്റെ വീട്ടിൽ നിന്ന് ഒരു കത്ത് വന്നാൽ ഞാനും വായിക്കും. ഇവൻ്റെ ഒരു പ്രത്യേകത, ഒറ്റ കത്തും കളയില്ല, അതെല്ലാം പെട്ടിക്കകത്ത് അടുക്കി വെക്കും. ഞാൻ ഏത് കത്ത് കിട്ടിയാലും അത് വായിച്ച് അന്നേരം കീറിക്കളയും. കാരണം ഈ സങ്കടമുള്ള സാധനം വീണ്ടും കണ്ട് വീണ്ടും നമ്മുടെ മനസ്സ് ദുഃഖിച്ചു പോകും. അതുകൊണ്ട് ഇത് പെട്ടെന്ന് കീറി തുറക്കളയും. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയി. സെമിനാരിയുടെ സ്ഥലത്തിൻ്റെ അതിരെ കൂടെ ഒരു വലിയ പുഴയാണ് ഒഴുകുന്നത്. ചാലിയാർ പുഴ ഒഴുകുന്നു. ചാലിയാർ പുഴ. ചാലിയാർ പുഴയുടെ രണ്ടറ്റത്തും രണ്ട് സൈഡിലും മുള്ളുള്ള ഇല്ലി മരമാണ്. ഇല്ലി ഇന്നും അന്നും ഒക്കെ. അപ്പോൾ ഈ സെമിനാരിയിൽ ഞങ്ങൾക്കൊരു പെർമിഷൻ തന്നിരിക്കുകയാണ്, പുഴയിൽ പോയി കുളിച്ചോളുക, ചാടാനൊക്കെ പറ്റും, ഓടി വന്ന് പുഴയിൽ ചാടാൻ പറ്റും. ഞാനും ഈ പുഴയെ ഓടി വന്ന് ചാടുന്ന കൂട്ടത്തിൽപ്പെട്ട ആളാണ്. അങ്ങനെ സെമിനാരിയിൽ ഒരു ധ്യാനം, ഒരു കപ്പൂച്ചിൻ അച്ഛൻ ധ്യാനിപ്പിക്കാൻ വന്നു. ധ്യാനിപ്പിക്കാൻ വന്നപ്പം ആ അച്ഛൻ ധ്യാന ചിന്തകൾ ഇങ്ങനെ പറഞ്ഞു: സഹനങ്ങൾ ഭാഗ്യമാണ്, സഹനങ്ങളൊന്നും കളയരുത്. ഈ സഹനങ്ങളാണ് നാളെ നിങ്ങളെ നിങ്ങളാക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ സഹിക്കുന്ന ഓരോ സഹനവും നിങ്ങൾ ഏറ്റെടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? അത് ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെച്ച് കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദൈവം ഇടപെടുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ ഈ വ്യക്തി എന്ത് ചെയ്തു? ഇവൻ പറഞ്ഞു, ഇങ്ങനെ ചിന്തിച്ചു, ഇന്നു മുതൽ എന്തു സഹനം വന്നാലും അത് എൻ്റെ അപ്പൻ്റെ മദ്യപാനം മാറാൻ വേണ്ടി ഞാൻ ആ സഹനത്തെ ആരോടും പറയാതെ അത് ഏറ്റെടുത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ധ്യാനം കഴിഞ്ഞ പാടെ അച്ഛൻ പറഞ്ഞു, 5 ദിവസവും ധ്യാനമായോണ്ടാണ് ഇവിടെ, ഇനി പുഴയിൽ പോയി കുളിച്ചോളാൻ പറഞ്ഞു. അന്ന് വൈകുന്നേരം 1.5 മണിക്കൂർ പുഴയിൽ ചാടാനുള്ള അവസരം കിട്ടി. ഞാനും ഈ പറഞ്ഞ കൂട്ടുകാരനും കൂടെ ആദ്യം പുഴയിൽ ചാടാൻ വേണ്ടി ഓടി. ചാടിക്കഴിഞ്ഞിട്ട് ഇവനൊരൊറ്റ കാറിച്ച, അയ്യോന്ന്. ഞാൻ ചാടാനിരുന്നതാണ്, പക്ഷെ ഞാൻ ചാടുന്നതിന് പകരം വേഗത്തിലിറങ്ങി. എന്നാന്ന് ചോദിച്ചു എൻ്റെ കൂട്ടുകാരെല്ലാം ഓടി വന്ന് ഇവനെ വെള്ളത്തിൽ നിന്ന് എടുത്തപ്പം കാല് നിറയെ ചോര. എന്നാ പറ്റിയാന്ന് ഇവനും അറിയില്ല. വെള്ളത്തിൽ നിന്ന് എടുത്ത് കരയ്ക്ക് കൊണ്ടുവരുമ്പോഴറിയണത് ഒരാഴ്ച ചാടാതെ കിടന്ന പുഴയാണ് ആ കുഴി. അപ്പൊ ഈ 2 സൈഡിലും മുള്ളുള്ള ടൈപ്പ് ഇല്ലി വളർന്ന് വെള്ളത്തിലേക്ക് കിടക്കുകയാണ്. അതിങ്ങനെയുണ്ട്, തണലാണ് അവിടെ. അപ്പൊ ഈ മുള്ളുള്ള ഇല്ലിയുടെ ഒരു കമ്പ് ഉപ്പൂറ്റി കയറിപ്പോയി. അപ്പോ ഇതാകെ വലിയ വിഷയമായി. ഇത് വലിയൊരു മുറിവായിട്ട് മാറി. ചോര നിൽക്കുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ കൂട്ടുകാരൻ പറഞ്ഞു, എടാ ഇങ്ങനെ ചാടി കുളിച്ച് കാലയിൽ മുറിഞ്ഞെന്നറിഞ്ഞാൽ ഇന്നത്തോടുകൂടി അച്ഛൻ പുഴയിലെ കുളി നിർത്തും. അതുകൊണ്ട് കാല് മുറിഞ്ഞതായിട്ട് പറയരുത്. ധൈര്യമുള്ള ഒരുത്തൻ ആ ഇല്ലിയുടെ കമ്പ് ഊരിയെടുത്ത് കമ്മ്യൂണിസ്റ്റിന്റെ ഇലയില്ലേ അത് അരച്ച് ശരിക്കും മരുന്ന് പോലെ ചെച്ച് കെട്ടി സെറ്റപ്പാക്കി. അവനോട് ചോദിച്ചു, എടാ വേദന ഉണ്ടോന്ന് ചോദിച്ചു. ഒരു വേദന ഇല്ലെന്ന് പറഞ്ഞു. ശരിക്കും ചോട്ടണം, ഒരു കുഴപ്പമില്ലെന്ന്. സാധാരണ പോലെ കയറിപ്പോയി. അന്ന് രാത്രിയിൽ കിടക്കാൻ വന്നപ്പം എല്ലാവരും സുഖമായിട്ട് ഇറങ്ങുമ്പം ഇവൻ മാത്രം പുതപ്പ് മൂടി പുതപ്പിനകത്ത് കരയാണ് ഇരുന്നത്. പുതപ്പിനകത്ത് കിടന്ന് കരഞ്ഞു. അപ്പോ എല്ലാരും ലീഡറിനോട് പറഞ്ഞു, പോയി പറ, ഇത് വലിയ സീരിയസ് ആവും. അങ്ങനെ എൻ്റെ ലീഡർ ചെന്ന് പാതിരാത്രി 12 മണിയോടെ സമയമാണ് ഏകദേശം. രാത്രിയിൽ ഉറങ്ങിക്കിടന്ന അച്ഛനെ വാതിലിൽ മുട്ടി അച്ചോന്ന് വിളിച്ചു. ഉടനെ അച്ഛൻ ഈ ഉറക്കം പോയതിന് ദേഷ്യത്തിൽ ആ മേശയിലിരുന്ന് ചൂരലും എടുത്തോണ്ട് കാലെ മുള്ളുകൊള്ളവനെ കാണാനായിട്ട് വന്നു. ഭയങ്കര സീൻ. എല്ലാ ലൈറ്റുകളും ഓണാക്കി 12:30 എല്ലാവരും എഴുന്നേപ്പിച്ചു. എല്ലാവരും പേടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അച്ഛൻ ഇവനെ വഴക്ക് പറഞ്ഞു. അന്നേരം തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ആശുപത്രി കൊണ്ടുപോയി. ഇവന്റെ കാല് കീറി. അപ്പോൾ ഏകദേശം ഇത്രയും നീളമുള്ള ഇല്ലിയുടെ ഒരു മുള്ള് അത് പൊട്ടിയ മുള്ള് അകത്തുനിന്ന് എടുത്തു. പാതിരാത്രി 2 മണി 3 മണി ആയപ്പോൾ ആശുപത്രിയിൽ നിന്ന് പോയി തിരിച്ചു വരുമ്പോൾ അവന്റെ കീശയ്ക്കകത്ത് കാലെ കൊണ്ട മുള്ളുയിരിപ്പുണ്ട്. അതെടുത്തോണ്ട് വന്ന് എവിടെ കൊണ്ട് വെച്ചു? ഇവന്റെ വീട്ടിൽ ഇവന്റെ അപ്പച്ചന്റെ മദ്യപാനത്തെക്കുറിച്ച് ഇവന്റെ അമ്മ എഴുതുന്ന ഓരോ എഴുത്തിന്റെയും അടുത്ത് കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് ഇവനോട് അച്ഛൻ ചോദിച്ചു, കൂട്ടുകാർ ചോദിച്ചടാ നിനക്ക് വേദനയില്ലായിരുന്നോ? അപ്പോൾ ഇവനൊരു കാര്യം പറഞ്ഞു, ഭയങ്കര വേദനയായിരുന്നു, കട്ട് കഴിക്കുന്ന വേദന ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ എല്ലാവരും പറഞ്ഞു അച്ഛനോട് പറയരുത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയാതിരുന്നത് നിങ്ങൾ പറഞ്ഞത് കേട്ടിട്ട് മാത്രമല്ല,
എനിക്കൊരു തീരുമാനം കൂടി ഉണ്ടായിരുന്നു. എൻ്റെ കാലെ കൊണ്ട ഈ മുള്ളിൻ്റെ വേദന ഞാൻ എൻ്റെ അപ്പൻ്റെ മദ്യപാനം നിർത്തുന്നതിന് വേണ്ടി ഞാനത് കാഴ്ചവെച്ച് പ്രാർത്ഥിച്ചത് കൊണ്ട് എനിക്ക് ആ മുള്ളിൻ്റെ വേദന പറയത്തക്കതായിട്ടൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതം, ഇവനോട് ഇതാര് പറഞ്ഞു? അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു, എടാ ധ്യാനിപ്പിച്ച സമയത്ത് അച്ഛൻ പറഞ്ഞായിരുന്നു വേദനകൾ കളയരുത്. എങ്ങനെ കളയരുത്? പിറുപിറുത്ത് ശപിച്ച് എൻ്റെ തലവരെ മോശം അങ്ങനെ പറഞ്ഞ് കളയരുത്. നമ്മൾ ഓരോ സഹനത്തെയും എങ്ങനെയാ കളഞ്ഞത്? തലവരെ മോശമാ, എങ്ങനെ ഒരു ജീവിതം ദൈവം എന്തിനാ എനിക്ക് തന്നത്? ഇങ്ങനെ പറഞ്ഞ് നമ്മൾ സഹനത്തെ കളയും. സഹനത്തെ കളയരുത്. സഹനം കളയാനുള്ളതല്ല. അതുകൊണ്ടാണ് ഈശോയുടെ കുരിശിന്റെ വഴിയിൽ നമ്മൾ കാണത്തില്ലേ, ഈശോ ഒന്നും മിണ്ടിയില്ല. അടിച്ചു, തൊഴിച്ചു, തുപ്പി, കളിയാക്കി, ഒന്നും മിണ്ടിയില്ല. എന്നതിന്റെ അർത്ഥം എന്താ? എല്ലാം സ്വീകരിച്ചു. നമ്മളിൽ എത്ര പേരുണ്ട് സഹനത്തെ സ്വീകരിക്കുന്നവർ? നമ്മൾ സഹനത്തെ അങ്ങ് ദൂരേന്ന് വരുമ്പോഴേ പൊക്കോ 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 എന്ന് പറഞ്ഞ് ഓടിച്ചു വിടുന്നവരാണ് നമ്മൾ. ദൂരേന്ന് വരുവുള്ളൂ. ദൂരേന്ന് വരുമ്പോഴേ എനിക്ക് വേണ്ടെന്ന് പറയണവരാണ്. ഈശോ പറഞ്ഞില്ലേ ഒരു വാക്ക്, എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കും. ഹല്ലേലൂയ. അങ്ങനെ കുറച്ചു നാൾ കഴിഞ്ഞ് ഇവൻ പറഞ്ഞു സഹനത്തെ ഞാൻ അങ്ങനെ ഏറ്റെടുത്തു എന്ന് പറഞ്ഞു. കുറച്ചു നാൾ കഴിഞ്ഞ്, മാസങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പം ഇവന്റെ അമ്മ ഒരു കത്തെഴുതിയിരിക്കുകയാണ്. ആ കത്തിന് ചില വ്യത്യാസങ്ങളുണ്ട്. കത്തെഴുതിനകത്ത് അമ്മ എഴുതിയിരിക്കുകയാണ്, എടാ അമ്മ എഴുതിയിരിക്കുകയാണ് സംസാരം പോലെ, അപ്പച്ചന്റെ മദ്യപാനം നിർത്തിയിരിക്കുകയാണ്. ഈ കത്തവൻ വായിച്ച പാടെ നിധി കിട്ടിയ നിധി കിട്ടിയ അങ്ങനെ ഇരിക്കും. നമ്മൾ പ്രതീക്ഷിക്കാത്ത നിധി കിട്ടിയാൽ അതേ സന്തോഷത്തോടെ, പണ്ടത്തെ പോലെ ചുളുക്കി കീശയിലിട്ടല്ല, അതേപോലെ തന്നെ എന്നെ കാണിച്ചിടാ, നീ നോക്ക്. അപ്പൊ ഞാൻ ചോദിച്ചു, എവിടെ ധ്യാനത്തിന് പോയത് എന്റെ അപ്പൻ? എവിടെയും ധ്യാനത്തിന് പോയില്ല. ഈ ഒരു വാർത്ത കേട്ടിട്ട് അവൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ വിചാരിക്കില്ലേ നമ്മുടെ സഹനം ആരും കാണുന്നില്ലെന്ന്? അത് വെറുതെയാണ്. നമ്മുടെ സഹനങ്ങൾ കാണുന്ന, അതിന് വിലയിടുന്ന, അതിന് അഭിഷേകം തരുന്ന, അതിന് പ്രതിഫലം തരുന്ന ഒരു നല്ല ദൈവമാണ് നമ്മുടെ ദൈവം. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ഒരു കാര്യം ചെയ്തേ, നിങ്ങൾ പാതിരാത്രി 1 മണിക്ക് നിങ്ങളുടെ വീടും മുറിയും കതകും എല്ലാം അടച്ച്, ഒരു മനുഷ്യനും എല്ലാവരും കൂർക്കം വലിച്ചുറങ്ങുമ്പോഴും നമ്മൾ അവിടെ ഇരുന്ന് ദൈവമേ എന്ന് വിളിച്ച് എന്റെ വിഷമത്തെ ഓർത്ത് 1 മിനിറ്റ് കരഞ്ഞാൽ നമ്മുടെ ദൈവം അത് കാണും. ബൈബിളിൽ ഒരു വചനം പറയട്ടെ, സങ്കീർത്തനം 56:8. അവിടുന്ന് നിന്റെ അലച്ചിലുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? എന്ത് ചെയ്തിട്ടുണ്ട്? സങ്കീർത്തനം 56:8. അവിടുന്ന് എന്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ബൈബിളിൽ എഴുതിയിരിക്കുവാണ്, ലോകത്തിലെ ഒരു മനുഷ്യനും എണ്ണാത്തത് ബൈബിളിലെ ദൈവം എണ്ണി. നമ്മൾ പൈസ എണ്ണും, വീടെണ്ണും, സമ്പത്തെണ്ണും, സന്തോഷം എണ്ണും, പക്ഷെ ആരും അലച്ചിലുകൾ എണ്ണാറില്ല. ബൈബിളിലെ ദൈവം നമ്മളോട് പറയാണ്, അവിടുന്ന് നിന്റെ അലച്ചിലുകൾ എണ്ണും. 1, 2, 3, 4, 5 എണ്ണും. എണ്ണുന്നത് എന്തിനാ? ആ എണ്ണുന്നത് ഇതാണ്, ഞാൻ അനുഭവിക്കുന്ന അലച്ചിലുകൾ ദൈവം എണ്ണിയിട്ട് എന്നെ എണ്ണി എണ്ണി നാളെ അനുഗ്രഹിക്കാനാണ്. പറഞ്ഞേ ഹല്ലേലൂയ. 2018, 19 നിങ്ങൾ ഏതെങ്കിലും സഹനങ്ങൾ, അലച്ചിലുകൾ എണ്ണി 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 ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ 2020 കഴിയുമ്പോഴായിരിക്കും, 21 കഴിയുമ്പോഴായിരിക്കും, ചിലപ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. നിങ്ങൾ 3 വർഷം മുമ്പ് അനുഭവിച്ച ചില കണ്ണിനീരിന്, ചില അലച്ചിലുകൾ ദൈവം എണ്ണിയിട്ട് എണ്ണി 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 നിങ്ങളെ അനുഗ്രഹിക്കാൻ ദൈവം തീരുമാനിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. ദൈവം എണ്ണുന്നത് എണ്ണി എണ്ണി അനുഗ്രഹിക്കാൻ. അടുത്ത വചനം നോക്കി, എന്താണ്? അവിടുന്ന് എന്റെ കണ്ണുനീര് കുപ്പിയിൽ, ലോകത്തിൽ ഏതെങ്കിലും പുസ്തകം എടുത്ത് വായിച്ചിട്ട് ആരെങ്കിലും കണ്ണുനീര് കുപ്പിയിലെടുത്ത് വെക്കുന്ന ഒരാളെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും? ഈ ലോകം മുഴുവൻ തപ്പ്. ബൈബിളിലെ ദൈവമല്ലാതെ, നമ്മുടെ ദൈവം അല്ലാതെ കണ്ണുനീര് കുപ്പിയിലെടുത്ത് വയ്ക്കുന്ന വേറൊരു ദൈവം ഇല്ല. ഹല്ലേലൂയ. ബൈബിളിലെ ദൈവം പറയുക, നിങ്ങൾ ആര് തന്നെ ആയാലും നിങ്ങൾ മനസ്സ് വിഷമിച്ച് കരഞ്ഞാൽ കണ്ണുനീര് ദൈവം കുപ്പിയിലെടുത്തു വയ്ക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാ പറയുന്നേ, ആരുടെയും കണ്ണുനീര് വീഴ്ത്തരുത്. മാതാപിതാക്കളുടെ കണ്ണുനീര് വീഴരുത്, അയൽവാസിയുടെ കണ്ണുനീര് വീഴരുത്,
എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകന്റെ കണ്ണുനീര് വീഴരുത്. എൻ്റെ ഒപ്പം നിൽക്കുന്നവരുടെ ഒരു മനുഷ്യൻ്റെയും, അത് പാവപ്പെട്ടവനാണേലും ഏതു മതവിശ്വാസിയാണേലും ആരുടെയും കണ്ണുനീര് വീഴ്ത്തരുത്. ഹല്ലേലൂയാ. കാരണം ദൈവം വിലയിട്ട ഒരു സാധനമാണത്. ദൈവം വിലയിട്ടിരിക്കുന്നത് സ്വർണത്തിനോ പണത്തിനോ സമ്പത്തിനോ അല്ല, കണ്ണുനീരിന്. അതാരുടെയും കണ്ണിൽ നിന്ന് വീഴാൻ ഞാൻ ഇടവരുത്തരുത്. എൻ്റെ ഒരു പ്രത്യേക ഒരു കാര്യം കൊണ്ട് അയാൾ മനസ്സ് നൊന്ത് കരഞ്ഞു, അതെനിക്ക് ഇരിപ്പതാ, കണ്ണുനീരിന് വിലയുണ്ട്. ഹല്ലേലൂയാ. പല മക്കളും അറിഞ്ഞിരിക്കണം, ചില ചെറുപ്പക്കാരായ മക്കൾ അറിഞ്ഞിരിക്കണം, അവരോരോ ജീവിതാന്തസ് തിരഞ്ഞെടുക്കുമ്പം പലരും ജീവിതാന്തസ് തിരഞ്ഞെടുക്കുന്നത് മാതാപിതാക്കളുടെ ഒരുപാട് കണ്ണുനീര് മേടിച്ചെടുത്തിട്ടാ വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത്. മാതാപിതാക്കളുടെ കണ്ണുനീര് മേടിച്ചിട്ടാ വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നുണ്ടെങ്കിൽ ആ വിവാഹ ജീവിതത്തെ അത് സാരമായി ബാധിക്കും. മാതാപിതാക്കളുടെ അനുഗ്രഹം കിട്ടേണ്ട സമയത്ത് കണ്ണുനീരാണ് വീണതെങ്കിൽ ജീവിതത്തെ അത് ഇളക്കി മറിച്ച് കളയും. കണ്ണുനീരിന് ദൈവം പോലും വിലയിട്ടിട്ടുണ്ട്. കണ്ണുനീരിന് വിലയുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അടുത്ത വചനം കൂടെ നോക്കിക്കേ. അവിടുന്ന് കണ്ണുനീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, അവ അങ്ങയുടെ ഗ്രന്ഥത്തിൽ ഉണ്ടല്ലോ. ഏതാ ദൈവത്തിന്റെ ഗ്രന്ഥത്തിലുള്ളത്? ഞാൻ അനുഭവിച്ച സങ്കടങ്ങൾ ദൈവത്തിന്റെ ഗ്രന്ഥത്തിനകത്തുണ്ടല്ലോ എന്ന്. അപ്പോൾ നമ്മൾ ആരും ഇനി പരാതി പറയരുത്, എൻ്റെ സങ്കടം ആരും കണ്ടില്ലല്ലോ, കേൾക്കുന്നില്ലല്ലോ, അറിയാൻ ആരുമില്ലല്ലോ. അത് ദൈവത്തിന്റെ ഗ്രന്ഥത്തിൽ, ജീവപുസ്തകത്തിലുണ്ട്. പറയാമോ ഹല്ലേലൂയാ? അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. സഹനങ്ങൾക്ക് എന്തുണ്ട്? വിലയുണ്ട്. എനിക്ക് കേട്ടെ, ഞാൻ അങ്ങനെ എൻ്റെ കുടുംബത്തിൽ എൻ്റെ അപ്പച്ചൻ നന്നായിട്ട് മദ്യപിച്ച് സാമ്പത്തിക മേഖല നന്നായിട്ട് തകർന്ന് തരിപ്പണമായി പോയി. സാമ്പത്തികമായി താഴെ പോയത് കൊണ്ട് ഒരു കല്യാണത്തിന് പോലും ഒരു മനുഷ്യനും വിളിക്കാറില്ല. കാരണം നല്ല ഡ്രസ്സില്ല, കാഴ്ചയിൽ നല്ല ഭംഗിയില്ല, നല്ല ഒരു എല്ലാവരുടെയും ഒപ്പം നിൽക്കാനുള്ള എടുപ്പനാലിറ്റി ഇല്ല, അതുകൊണ്ട് വിളിക്കാറില്ല. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഒരു കല്യാണത്തിന് പോയ ഓർമ്മയുള്ളൂ എൻ്റെ മനസ്സിൽ. ആ കല്യാണത്തിന് പോയപ്പോൾ ഞാൻ മാത്രം സ്കൂൾ യൂണിഫോമിലാണ് പോയത്, നീലയും വെള്ളയും. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് എൻ്റെ മാത്രം ഡ്രസ്സാണ് ഏറ്റവും നല്ലതെന്ന്. പക്ഷെ ആ വിവാഹ വീട്ടിൽ ചെന്നപ്പം ആ വീട്ടിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരാള് എൻ്റെ ഈ വേഷത്തിൻ്റെ പ്രത്യേകത കൊണ്ട് എന്നെ കൈക്ക് പിടിച്ച് ഒരു സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി നിർത്തി. പിന്നീട് കുറച്ചുകൂടി അറിവായപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അത് ഞാൻ ആ കല്യാണ വീട്ടിൽ എല്ലാവരുടെ ഒപ്പം നിൽക്കാനുള്ള ഡ്രസ്സും ഒക്കെ ഇല്ലാത്തത് കൊണ്ട് അവരെന്നെ മാറ്റിയതാണെന്ന്. പിന്നെ ഏത് വിവാഹത്തിന് പോകാനും എനിക്ക് വലിയൊരു വേദന പോലെ, എനിക്കൊരു വലിയ സങ്കടം പോലെ, ഒരു പേടി. അങ്ങനെ ഞാൻ സെമിനാരിൽ ചേർന്ന് 7 വർഷക്കാലം സെമിനാരിയിൽ പഠിച്ച് അവധിക്ക് വീട്ടിൽ വരുമ്പോൾ എൻ്റെ വീട്ടുകാർ മുഴുവൻ വേറൊരു കല്യാണത്തിന് പോകാൻ ഒരുങ്ങുവാണ്. അപ്പോൾ ഞാൻ ആ വീട്ടിൽ വന്ന പാടെ എൻ്റെ ബന്ധുക്കളിൽ ഒരാൾ ചോദിച്ചു, നീ വരുന്നുണ്ടോ കല്യാണത്തിന്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല. അപ്പോൾ അവർക്ക് എൻ്റെ വിഷമം അറിയാവുന്നതുകൊണ്ട് എൻ്റെ ആ വിഷമം അറിയാവുന്ന ഒരു സഹോദരി, ഞാനൊരു കസേരയിലായിരുന്നത്, എൻ്റെ തലയിലോട്ട് ഇങ്ങനെ കൈവച്ചു. ഇങ്ങനെ കൈവച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമല്ല, ഇങ്ങനെ പറഞ്ഞു, നീ സെമിനാരിയിൽ പഠിച്ച് പൗരോഹിത്യം സ്വീകരിച്ച് വൈദികനാകുമ്പം നീ ഒന്നും പേടിക്കണ്ട, നിന്നെ നമ്മുടെ ബന്ധുക്കളൊക്കെ ആദ്യം കല്യാണത്തിനും ആഘോഷങ്ങൾക്കും വിളിക്കുന്നത് നിന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. അതെൻ്റെ മനസ്സിലൊരു വലിയ വെളിച്ചം. ഒരു വലിയൊരു ലോട്ടറി അടിച്ചാൽ എങ്ങനെ സന്തോഷം, എന്നെ എൻ്റെ ബന്ധുക്കളൊക്കെ അങ്ങ് സന്തോഷത്തോടെ വിളിക്കുന്നൊരു സമയം ഉണ്ടാകുമെന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ പഠിച്ച് ഞാൻ വൈദികനായി ഫസ്റ്റ് അപ്പോയിൻമെന്റ് ഞാൻ വയനാട് വടുവഞ്ചാലിൽ എനിക്ക് കിട്ടുകയാണ്. 5-6 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് അപ്പോയിൻമെന്റ് കിട്ടുവാണ്. അവിടെ ഒരു ദേവാലയത്തിൽ അപ്പോയിൻമെന്റ് കിട്ടി. ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു, നമ്മുടെ ഇന്നയാളുടെ മകൻ്റെ കല്യാണമാണ്. അപ്പോൾ എന്നോട് ഇങ്ങനെയാ പറഞ്ഞത് എൻ്റെ വീട്ടിൽ നിന്ന്, നിന്നെ ചിലപ്പം വിളിക്കുമായിരിക്കും, ചിലപ്പോഴേ വിളിക്കുള്ളൂ എന്ന് ഞാൻ ചോദിച്ചു. അപ്പം അവർ വിളിച്ചാൽ നീ നോക്കി വിളിക്കുമായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഈ ഫോണുമായിട്ട് ഇങ്ങനെ നിന്ന് എന്നെ വിളിച്ചു. തലേ ദിവസമേ വരണമേ എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ അന്ന് മുതൽ ഒരു ലോഹയും ഒരു പാൻസും ഷർട്ടും സ്റ്റിഫാൻ ഷൈൻ മുക്കി റെഡിയാക്കി. കാരണം ഇന്നാളൊരു കല്യാണത്തിന് പോയപ്പോൾ സ്റ്റോർ റൂമിലാണ് പോയി നിന്നത്. ഇനിയും കല്യാണത്തിന് പോകുമ്പോൾ സ്റ്റോർ റൂമിൽ പോയി നിൽക്കാനൊന്നും പറ്റത്തില്ല, സ്റ്റാൻഡേർഡായിട്ട് പോകണം. തലേ ദിവസം വിളിച്ചിട്ടുമുണ്ട്. അപ്പോൾ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, നീ വേണം കുർബാന ചെല്ലാൻ, നീ വേണം പ്രസംഗിക്കാൻ,
എനിക്കൊരു ഭയങ്കര അംഗീകാരം കിട്ടുകയാണ്. ഞാൻ വയനാട്ടിൽ നിന്ന് തലേ ദിവസം ഈ കല്യാണത്തിൽ പങ്കെടുക്കാൻ ഉടുത്തൊരുങ്ങിപ്പോയി. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ ഫോൺ വിളിച്ചു. എടാ, നീ എവിടെയാ? ഞാൻ ഇന്ന സ്ഥലത്ത്, നാളെ നീ വാ, നിന്റെ വണ്ടിയായിട്ട് വാ, എനിക്കൊരു കല്യാണത്തിന് പോകണം, നീ വരണമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു വരും, നാളെ 7 മണി 7:30 ആകുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം നേരം വെളുത്തു, ഈ കല്യാണത്തിന് പോകാൻ വേണ്ടി ഞാൻ റെഡിയായി. 7:15 കഴിഞ്ഞപ്പോൾ ഇവൻ വന്നെന്നെ ഫോൺ വിളിച്ചു. ഞാൻ എത്തിയെന്ന് പറഞ്ഞു. ഞാൻ ചെന്നു. ഒരു 7:45 ഈ കല്യാണം നടക്കുന്ന പള്ളിയുടെ മുറ്റത്ത് ഞാൻ എത്തി. അവിടെ കല്യാണം നടക്കുന്നത് 10:30. 10:30 10:45 ആകുമ്പോഴേ കല്യാണത്തിന് ആൾക്കാരെത്തുള്ളൂ. ഇത് 8 മണിക്ക് മുമ്പേ ഞങ്ങൾ അവിടെ എത്തി. ഞാനും എൻ്റെ കൂട്ടുകാരനും. ഒരു മനുഷ്യൻ ആ പ്രദേശത്തില്ല. കല്യാണം നടക്കുന്ന അടയാളങ്ങളൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ മണിക്കൂറുകളോളം സംസാരിച്ച് സമയം കഴിഞ്ഞ് 10:15 10:20 10:30 സമയത്ത് എൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുവാണ്. എന്നെ ഇങ്ങോട്ട് വിളിക്കുകയാണ്. എവിടെയുള്ളത്? പെട്ടെന്ന് വീട്ടിലേക്ക് വാ, പ്രാർത്ഥന ചൊല്ലി വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ഇറങ്ങാൻ സമയമായി എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ കൂട്ടുകാരടാ, എന്നെ വിളിക്കുന്നുണ്ട്, നീ വേഗം വണ്ടി എടുക്കാൻ പറഞ്ഞു. വണ്ടിയെടുത്ത് ഈ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ വീട് നിറയെ ആളുകളാണ്. ഒരു വലിയ കല്യാണമാണ്. ഈ വീട് നിറയെ ആളുകൾ. ഞാൻ ആൾക്കാരുടെ ഇടയിലൂടെ ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടെ തിണ്ണയിലേക്ക് കയറിയപ്പം 5-6 വീഡിയോക്കാരും 3 ഫോട്ടോഗ്രാഫർമാർ തന്നെയുണ്ട്. നിരന്ന് നിൽക്കുകയാണ്. അപ്പൊ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ കണ്ടിട്ടുള്ളൂ. അടുത്ത് വർഷങ്ങളായി കണ്ടിട്ടില്ല. കാരണം അവൻ വിദേശത്തായിരുന്നു. ഞാൻ സെമിനാരിയിലും. അടുത്തടുത്ത് കണ്ടിട്ടില്ല. 2 സമയത്ത് അവധിക്ക് വരും പോകും, പക്ഷെ വിളിക്കാറൊന്നുമില്ല. അങ്ങനെ ഞാൻ അവിടെ കല്യാണ വീടിൻ്റെ ആ മുറിക്കകത്ത് കയറി. ഇവനെവിടെയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ എൻ്റെ വിരളയിൽ ഇങ്ങനെ പൊങ്ങി. ഞാൻ ഇങ്ങനെ നോക്കി, ഇവനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ച്. അങ്ങനെ നോക്കിയപ്പം ഇവൻ ഒരു ഫോൺ ചെയ്ത് അകത്ത് നിപ്പുണ്ട്. ഞാനിങ്ങനെ നോക്കുന്നത് അവൻ കണ്ടപ്പോൾ ഈ ഫോൺ ഇവൻ കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് ആ ബന്ധുക്കളിടയിലൂടെ എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ എൻ്റെ മനസ്സ് ഭയങ്കര സന്തോഷമായി. കാരണം എന്നെ പരിചയപ്പെടാൻ വരുവാണല്ലോ എന്ന് ഞാൻ ഓർത്തു. എൻ്റെ അടുത്തേക്ക് വന്നിട്ട് കൈ ഇങ്ങനെയല്ല വന്നത്, കൈ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, നീ കുർബാന ചെല്ലണ്ടെന്ന് പറഞ്ഞു. നീ കുർബാന ചെല്ലുകയും വേണ്ട, പ്രസംഗിക്കുകയും വേണ്ടെന്ന് പറഞ്ഞു. എന്നെ പരിചയപ്പെടാൻ വരുവാന്ന് ഞാൻ കൈ നീട്ടി. എനിക്ക് കിട്ടിയത് അപ്പോൾ വീഡിയോ എടുക്കാൻ വന്നവരും ഫോട്ടോ എടുക്കാൻ വന്നവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. ഈ ചുറ്റുവട്ടത്ത് നിന്ന് ആൾക്കാർ കേൾക്കത്തക്ക വിധമാണ് പറഞ്ഞത്. എനിക്ക് ഒരു കല്ലെടുത്തിട്ട് ഈ ചങ്കിലിട്ട് ഇങ്ങനെ ഇടിച്ചാൽ എന്തേലും വേദന ഉണ്ടാവോ, അത്രയൊരു വേദന അകത്തെനിക്ക് തോന്നി. അകത്ത് ദൈവം ഇത് കഷ്ടമായി പോയല്ലോ എന്ന് എനിക്ക് തോന്നി. അപ്പോഴേ എൻ്റെ ഇത് പറഞ്ഞു കേട്ടപാടെ ഇവന്റെ ഫാദർ ഓടി വന്നിട്ട്, ഇവന്റെ ചേട്ടനും കൂടെ ഓടി വന്നിട്ട് പറഞ്ഞു, അത് നീ പറയണ്ട, അത് അച്ഛന്മാർ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ പറഞ്ഞത് കുർബാന ചെല്ലണം, പ്രസംഗം പറയണം, കല്യാണം കെട്ടിക്കണം എന്ന് എന്നോട് പറഞ്ഞു. നമ്മുടെ ബന്ധുക്കളിൽ ആകെ ഒരു അച്ഛനേ ഉള്ളൂ, നീ വേണം എല്ലാം ചെയ്യാനൊക്കെ എന്നോട് പറഞ്ഞ് എനിക്ക് പ്രതീക്ഷ നൽകിയതാണ്. പെട്ടെന്ന് ഞാൻ ഈ വീട്ടിൽ നിന്ന് എന്നോട് പറയാണ്, ആ നോക്കണ്ട, പ്രാർത്ഥിക്കാൻ പറഞ്ഞു വീട്ടിൽ നിന്ന്. എനിക്ക് ഇന്നും അറിയില്ല ആ വീട്ടിൽ എന്താ ഞാൻ പ്രാർത്ഥിച്ചതെന്ന്. എന്തോ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം, ബോധത്തോടെ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. ഒരു അബോധാവസ്ഥയിലായ പോലായിപ്പോയി. ഞാൻ ആ വീട്ടിൽ നിന്ന് ആദ്യം ആ കല്യാണ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ഞാനാണ്. എൻ്റെ ഈ കൂട്ടുകാരനും വേഗത്തിറങ്ങി ഈ വണ്ടിക്ക് കയറി നേരെ ഈ പള്ളിയുടെ മുമ്പിൽ താഴെ കൊണ്ടുപോയി വണ്ടി നിർത്തിയിട്ട് ഇവൻ പറഞ്ഞു, എന്ത് ചെയ്യണമെന്ന് എന്നോട് ചോദിച്ചു. എന്ത് ചെയ്യണം എനിക്കൊരു ഉത്തരമില്ല. അപ്പം ഞാൻ പറഞ്ഞു, എന്തായാലും ഈ കല്യാണം കൂടാൻ വേണ്ടി വന്നതാണ്, നീ പള്ളിയിലേക്ക് വണ്ടി വിട്. അങ്ങനെ പള്ളിയിലേക്ക് വണ്ടി പോയി. അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഈ കല്യാണം കെട്ടിക്കാൻ ഈ കുടുംബം, എൻ്റെ ബന്ധുക്കൾ 8 അച്ഛന്മാരെ ഓൾറെഡി വിളിച്ചിട്ടുണ്ട്. ഞാൻ 9ാമത്തെ ആളാണ്. ഞാനല്ല കുർബാന ചെല്ലേണ്ടത്, പാട്ടുപാടാൻ അറിയുന്ന നല്ല ഒരു അച്ഛനെ കുർബാന ചെല്ലാൻ വിളിച്ചിട്ടുണ്ട്. നന്നായി പ്രസംഗിക്കുന്ന മറ്റൊരച്ഛനെ പ്രസംഗം പറയാൻ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ബന്ധുക്കളായ ഞാൻ പ്രതീക്ഷിച്ചു പോയത് എനിക്ക് ഏറ്റവും സൈഡിലൊരു സ്ഥലം തന്നു. ഞാൻ അവിടെ നിന്ന് കുർബാനയ്ക്ക് കൂടി. കല്യാണം കഴിഞ്ഞ പാടെ ഈ അൾത്താരയിൽ നിന്നിറങ്ങി കുർബാനക്കുപ്പായം മാറി ഞാൻ വേഗത്തിൽ ഈ വണ്ടിയെ കയറി. ഇവനോട് ഞാൻ പറഞ്ഞു, മാനന്തവാടിക്ക് ബസ് കിട്ടുന്ന എവിടെയെങ്കിലും കൊണ്ടുപോയി എന്നെ വിടാൻ പറഞ്ഞു. അങ്ങനെ മാനന്തവാടിക്ക് ബസ് കിട്ടുന്ന ഒരു സ്ഥലത്ത് എന്നെ കൊണ്ടുവിട്ടു. ആ സമയത്ത് എൻ്റെ മനസ്സിൻ്റെ അവസ്ഥ, ഈ വയറിൻ്റെ മുകളിലേക്ക് എനിക്ക് വലിയ ഒരു കല്ലിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. കല്ല്. ഈ സങ്കടം എന്നെ വല്ലാണ്ട് ഉപദ്രവിക്കുന്ന പോലെ എനിക്ക് തോന്നുവാണ്. ചിരിക്കാൻ പറ്റില്ല, സന്തോഷമില്ല, സമാധാനമില്ല. ഇതെങ്ങനെയും ഒഴിവാക്കണ്ടേ? അങ്ങനെ ഞാൻ ഇരിക്കുമ്പോഴാണ് മംഗലാപുരത്ത് നിന്ന് എൻ്റെ ഒരു കൂട്ടുകാരനായ വൈദിക വിദ്യാർത്ഥി ഫോൺ വിളിക്കുകയാണ്. പേര് ഫെബിൻ. പേര് വിളിച്ചിട്ട് എന്നോടൊരു പ്രാർത്ഥനാ സഹായം. അതെ അച്ഛാ, ഞാൻ ഫോൺ വിളിച്ചതേ, ഈ മംഗലാപുരം സെമിനാരി പഠിക്കുന്ന ഒരു തമിഴന് തലയിൽ മുടിയില്ല. ഞാൻ ചോദിച്ചു, ഞാൻ എന്ത് വേണം?
അപ്പോൾ അവൻ പറഞ്ഞു, അതെ അച്ഛാ, അവൻ ഈ മുടിയില്ലാത്തതുകൊണ്ട് ഭയങ്കര വിഷമമാണ്. അതുകൊണ്ട് എല്ലാവരും രാവിലെ തലമുടി ചെയ്യുമ്പോൾ അവന് തലമുടി ചെയ്യാനില്ലാത്തതുകൊണ്ട് വെറുതെ കൈ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പറയും, എന്നിട്ട് പറയും, കുറച്ച് മുടി ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യുമായിരുന്നു, കുറച്ച് മുടി ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും വിഷമായി, ഇവന് മുടി, ഒറ്റ മുടിയില്ല. അപ്പോൾ ഫെബിൻ എന്നോട് പറയുവാണ്, മുടി വരാൻ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, എടാ മുടി വരാൻ പ്രാർത്ഥിക്കുന്ന ഞാനല്ല, ഇന്ദുലേഖയാണ്. മുടി വരാൻ പ്രാർത്ഥിക്കുന്ന ഞാനാണോ? മുടി വരാൻ പ്രാർത്ഥിക്കണ ആ സാമ്പാർ ഓയിലുണ്ട്, അത് വെച്ച് പ്രാർത്ഥിച്ചാൽ മതി, തേച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ കളിയാക്കി പറഞ്ഞിടാ, മുടി വരാൻ പ്രാർത്ഥിക്കണേ, ഇന്ദുലേഖ നമ്പർ വേണത്ര, ഇന്ദുലേഖ വിളിക്കാൻ പറഞ്ഞു. ഇവൻ പറഞ്ഞു, അച്ഛൻ എന്തായാലും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഈ ഫോൺ കട്ട് ചെയ്തു. ഞാൻ ആ തമിഴിന് മുടി വരാനൊന്നും പ്രാർത്ഥിക്കാൻ പോയില്ല. പിന്നെ പ്രാർത്ഥിച്ചിട്ട് മുടി ഇപ്പം വരുമല്ലേ, അങ്ങനെയാണ് നമ്മളൊക്കെ ഈ ഉള്ള വിഷമൊന്നും തേക്കണ്ടായിരുന്നല്ലോ തലയിൽ, പ്രാർത്ഥിച്ചാൽ പോരായിരുന്നോ? ഞാൻ വിശ്വസിച്ചില്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിൽ ഈ ഫോൺ വിളിച്ച് തന്നെ മനസ്സിൽ കിടക്കുക. അപ്പോൾ എനിക്ക് ഇടയ്ക്കൊരു ഓർമ്മ വരുവാണ്, പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു കൂട്ടുകാരൻ കാലെ കൊണ്ട ഒരു മുള്ളിൻ്റെ വേദന അത് കാഴ്ചവെച്ചു അപ്പൻ്റെ മദ്യപാനം മാറാൻ. അത് അതുപോലെ സംഭവിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ ഒരു പരീക്ഷണം നടത്തി കളഞ്ഞേക്കാം. എന്ത്? ഈ കല്യാണത്തിന് പോയപ്പോൾ എനിക്ക് മാത്രം അമ്മിക്കല്ലാണ് തന്നത്. എല്ലാവർക്കും ബിരിയാണി ആയിരുന്നു, എനിക്ക് അമ്മിക്കല്ല്. അതാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അതിവിടെ ദഹിക്കാതെ കിടക്കുക. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്ക് എൻ്റെ ഈ ചങ്കിനകത്ത് കിട്ടി ഈ അമ്മിക്കല്ല് പോലത്തെ വിഷമമുണ്ടല്ലോ, അത് ഞാൻ സ്റ്റാമ്പ് ഒട്ടിച്ച് ആ തമിഴിന് കൊടുക്കാൻ പോവുകയാണ്. എനിക്കതുകൊണ്ട് ഒരു ഗുണമില്ല. അതുകൊണ്ട് ഇതിനെന്തേലും ഈ സഹനത്തിനൊരു ഗുണമുണ്ടെങ്കിൽ ആ തമിഴന് തലയിൽ മുടിയായിട്ട് വരട്ടെ എന്ന് എന്തായാലും പ്രാർത്ഥിച്ച് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ മനസ്സ് കുറെ ശാന്തമായി. അങ്ങനെ ഞാനൊരു ശവസംസ്കാരത്തിൽ പങ്കെടുത്തോണ്ടിരിക്കുമ്പോൾ, ഞാനിങ്ങനെ ഇരിക്കുമ്പം ഇതാ ശവസംസ്കാരത്തിൽ പങ്കെടുക്കാൻ ഈ ഫെബിൻ ബ്രദറും ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു, തമിഴന് മുടി വരാൻ പ്രാർത്ഥിച്ചിട്ട് അവൻ കണ്ടാ പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ വേറൊരു തടിയുള്ളൊരു അച്ഛൻ്റെ പുറകിൽ പോയി നിന്നു. അച്ഛൻ എങ്ങോട്ട് മാറിയാലും ഞാൻ അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കും. ഞാൻ വയനാട്ടിലെത്തിയപ്പോൾ തിരിച്ചു വിളിച്ചു, അയ്യോ ഒരു നുണ പറഞ്ഞു ഫെബിനെ, അയ്യോ ഞാൻ മറന്നുപോയി നിന്നെ കാണണമെന്ന് ഉദ്ദേശിച്ച്. ഞാൻ പെട്ടെന്നൊരു വണ്ടി കിട്ടിയപ്പോൾ എന്തായിരുന്നു കാണണമെന്ന് പറഞ്ഞത്? അപ്പോഴാണ് ഈ ഫെബിൻ പറയുന്നത്, അതേ ഞാൻ കാണണമെന്ന് പറഞ്ഞത്, ഞാൻ ഒരു പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടില്ലായിരുന്നു അച്ഛനോട്, ഒരു തലമുടി ഇല്ലാത്തൊരു തമിഴിൻ്റെ കാര്യം. ഉണ്ട്, എന്തെങ്കിലും കുഴപ്പം, എന്തെങ്കിലും മാറ്റമുണ്ടോ? അവൻ പറയാണ്, ഷേവ് ചെയ്താൽ, നമ്മുടെ തല ഷേവ് ചെയ്താൽ നമ്മുടെ മുടി എങ്ങനെ വരും, അതുപോലെ തലമുടി വന്നു. തമിഴൻ തൻ്റെ തന്നെ കൈയക്ഷരത്തിൽ ഒരു കത്തെഴുതി തന്നത് എൻ്റെ കയ്യിൽ ഇരിപ്പത് കൈമാറണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അച്ഛനെ കാണാത്തോണ്ട് എൻ്റെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ട്. ഞാൻ ചോദിച്ചു, ആദ്യം തന്നെ ചോദിച്ചടാ, നീ കളിയാക്കുവാണോ? അപ്പോൾ അവൻ എന്നോട് വേറെ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനകത്ത് സത്യമുണ്ടെന്ന്. അന്ന് എനിക്കൊരു കാര്യം പിടികിട്ടി. എന്ത്? സഹനത്തിന് എന്തുണ്ട്? നമ്മളുടെ സഹനം അതെന്തിനു വേണ്ടി കാഴ്ചവെച്ചാലും അവിടെ ദൈവം അത്ഭുതം ചെയ്യും. പറഞ്ഞേ ഹല്ലേലൂയാ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ബൈബിൾ പഠിപ്പിക്കുന്നു സഹനത്തിന് വിലയുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. എന്തായാലും സഹനത്തിനൊരു ഫലമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇനി കേൾക്കുക, ഞാൻ ഈ സഹനം ആദ്യം കുറെ നാളുകൾ ഒരു സാമ്പാറിനകത്ത് വേകാത്ത കഷ്ണം പോലെ ഈ സഹനം എൻ്റെ മനസ്സിനകത്ത് എത്ര ചിന്തിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും മാറാത്തൊരു കല്ല് പോലെ കിടന്ന സഹനം ഒരാൾക്ക് വേണ്ടി കാഴ്ചവെച്ച് പ്രാർത്ഥിച്ച പിന്നെ എൻ്റെ സഹനം പോയി. ആ സഹനം ഏറ്റെടുത്ത് കുറച്ചു നാള് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിന്റെ ഓഫീസിലേക്ക് ശാലോം ടിവിയുടെ ഓഫീസിൽ നിന്ന് ഒരു ഫോൺ കോൾ എടുത്തത്. ഓഫീസിൽ ഉത്തരവാദിത്തമുള്ള ഒരു സ്ത്രീ, ഓഫീസിന്റെ ചാർജുള്ള സഹോദരി എടുത്തിട്ട് പറഞ്ഞു, സഹോദരിയോട് ശാലോം ടി വി എന്ന് പറയാണ്, മാത്യു അച്ഛനെ ഒന്ന് കിട്ടണം. ചേച്ചി ചോദിച്ചു, എന്തിനാണ്? അത് അച്ഛന്റെ 2 പ്രസംഗം ശാലോമിന് ചെയ്തു തരാവോ എന്നാണ്. ഈ സഹോദരി എന്നെ വിളിച്ചു ചോദിച്ചു, അച്ഛാ ശാലോമിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ശാലോമിന്നൊരു കോൾ വരുന്നത്. അപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ആ നമ്പറിൽ തിരിച്ചു വിളിച്ചിട്ട് അവരോട് ചോദിക്കുക, എന്നെയാണോ അതോ വയനാട്ടിൽ, കോഴിക്കോട്, മലപ്പുറം ഈ ജില്ലകളിലൊക്കെ ഇഷ്ടം പോലെ മിടുമിടുക്കരായ ഗംഭീര പ്രസംഗം നടത്തുന്ന മിടുമിടുക്കരായ ഇഷ്ടം പോലെ അച്ഛന്മാരുണ്ട്, ഞാനായിരിക്കത്തില്ല, ഞാനാണെ ആരും അറിയാത്ത ഒരാളാണ്. അപ്പോൾ ഈ ചേച്ചി ഉടനെ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ ഇന്ന അച്ഛനെയാണോ ഉദ്ദേശിച്ചത്, ഇന്ന സ്ഥലമാണിത്? അവരുറപ്പിച്ചു പറഞ്ഞു. ഞാൻ തിരിച്ചു വിളിച്ചു. ഞങ്ങളുടെ ധ്യാനകേന്ദ്രത്തിന്റെ 2 വണ്ടി 2 കാറിന് ഞങ്ങൾ ശാലോം ടി വിയിൽ ചെന്ന് 2 പ്രസംഗം നടത്തി തിരിച്ചു വരുമ്പോൾ വചനം തിരുവചനം എന്ന പ്രോഗ്രാം അതിന്റെ മെയിൻ മാനേജർ, എന്റെ മെയിൻ ഹെഡായിട്ടിരിക്കുന്ന ഒരാൾ എന്റെ കയ്യെ പിടിച്ച് എളിമയോടെ എന്നോട് ചോദിക്കുകയാണ്, അച്ഛന് ശാലോം ടി വിക്ക് വേണ്ടി ദിനം എന്നും വചനം പറയാൻ പറ്റുമോ, അച്ഛന് വരാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിക്കുക. ഞാൻ പെട്ടെന്ന് ശുശ്രൂഷകരോട് കൂടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സ്, ഞാൻ അവരുടെ മുഖത്തേക്ക് നോക്കി. ഒരു കല്യാണ വീഡിയോയ്ക്കകത്ത് പോലും നിൽക്കാൻ യോഗ്യതയില്ലാത്ത എന്നെ ശാലോമിന്റെ ഒരു ഓഫീസിൽ നിന്ന് എന്നോട് ചോദിക്കുകയാണ്,
ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന, യൂറോപ്പിൽ പോലും അതിന്റെ ബന്ധങ്ങളുള്ള ശാലോം ടിവിയിൽ എന്നോട് വചനം പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത് ആരോടാന്ന് ഓർക്കണം. കൂടെ സ്വന്തക്കാരുടെ കല്യാണത്തിന് വിളിച്ചപ്പം മുഖത്ത് നോക്കി നീ കുർബാന ചെല്ലണ്ട, നീ പ്രസംഗിക്കണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി എന്നെ ദൈവം ഇത്രയും ഉയർത്തിയപ്പോൾ ഞാൻ പെട്ടെന്ന് അന്താളിച്ചു പോയി. എന്താ ദൈവമേ ഇതെന്ന് ചിന്തിച്ചു. അതിനുശേഷം ഒരു 2 ആഴ്ച മുമ്പ് എനിക്ക് കുറച്ച് ധ്യാനങ്ങളുടെ തിരക്ക് വന്നപ്പോൾ ഞാൻ ശാലോമിൽ പോകാതായി. ശാലോമിൽ 40-ലധികം പ്രസംഗങ്ങൾ ഞാൻ നടത്തി വിവരമല്ല. ഒരു കല്യാണ വീഡിയോയ്ക്കകത്ത് കിട്ടാത്ത, ഒരു കല്യാണ വീഡിയോയ്ക്കകത്ത് വന്നാൽ 4 സ്റ്റുഡിയോക്കാരുടെ വീഡിയോയ്ക്കകത്ത് വരാൻ കൊള്ളിയേലാത്ത എന്നെ ദൈവം ഉയർത്തിയത് എവിടം വരെയാണെന്ന് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാനൊരു ലൈബ്രറി പുസ്തകം വായിച്ചിട്ടല്ല പറഞ്ഞത് സഹനത്തിന് വിലയുണ്ടെന്ന്. ഒരു സഹനം സന്തോഷത്തോടെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണേലും ഏറ്റെടുത്ത പിന്നെ കിട്ടിയൊരു ബ്ലെസ്സിംഗ് ആണിത്. പറഞ്ഞേ ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കുരിശിന് ശക്തിയുണ്ട്, നിസ്സാരമല്ല ഇത്, ഇതിന് വലിയ ശക്തിയാ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ശാലോമിൽ നിന്ന് തിരുവചനം നടത്തിയിട്ട് അതിന് നടത്തുന്ന ആൾ എന്നോട് ചോദിച്ചത്, ഞാൻ പറഞ്ഞു എനിക്ക് ഇച്ചിരി ധ്യാനം ഉണ്ടല്ലോ, ഞാൻ ഇച്ചിരി ധ്യാനം എടുത്ത് നിങ്ങൾ ആ അനുവദിക്കുന്ന സമയത്ത് എനിക്ക് വരാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ഉത്തരവാദിത്തമുള്ള ഒരു ചാർജുള്ള വ്യക്തി എന്നോട് പറയാണ്, അതിനി ഒരു കാര്യം ചെയ്യാച്ചാ, അച്ഛൻ ഇഷ്ടമുള്ളൊരു സമയം ഇങ്ങോട്ട് പറഞ്ഞാൽ മതി, തലേദിവസം ഒന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ ക്യാമറ ഇതിനനുസരിച്ച് ഇവിടെ സ്റ്റുഡിയോ സെറ്റ് ചെയ്തോളാം. എന്നോട് ഒരു പ്രാവശ്യം, അതായത് പ്രിയപ്പെട്ടവർ, ഇത് നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമാണ്. സ്കൂൾ യൂണിഫോമിൽ കല്യാണം വിട്ടിച്ചെന്ന് മാറ്റി നിർത്തിയ എന്നെ ഒരു സഹനം എനിക്ക് ലഭിച്ചതിന്റെ കിട്ടിയ റിസൾട്ട് സത്യം പറയാം. ഇവിടെ ഇരിക്കുന്ന പലരുടെയും എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഒന്നും എനിക്കില്ല. എന്റെ പേരെഴുതിയിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടാനുള്ള യോഗ്യതയുള്ളൂ. പക്ഷെ എനിക്കൊരു യോഗ്യതയുണ്ട്, ഇത്രയും പേരുടെ മുമ്പിൽ നിൽക്കാൻ ദൈവം എനിക്ക് തന്നൊരു യോഗ്യതയാണ് സഹനം സ്വീകരിച്ചതിന്റെ യോഗ്യത. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഉറപ്പ് പറയട്ടെ, ഓരോ സഹനത്തിലും ഒരു നിശ്ചിത വർഷങ്ങൾക്കും ഒരു സഹനം വന്നാൽ ഞാൻ 3 ദിവസം ആരോട് മിണ്ടിയലായിരുന്നു. ഒരു 3 ദിവസം എനിക്ക് ഭക്ഷണം വേണ്ട, വിശപ്പില്ല. എന്നാൽ ഇന്ന് ഒരു സഹനം വന്നാൽ കൂടിപ്പോയാൽ 1/2 മണിക്കൂർ എനിക്കൊരു വിഷമമുണ്ട്. പിന്നീട് ഞാൻ നടന്നുകൊണ്ടാണേലും ബസ്സിലിരുന്നാണേലും ഇങ്ങനെ ഒരു കുരിശിനോട് ചേർത്ത് എന്റെ സഹനം ഞാൻ പറ്റിച്ചു വെക്കും. ഒരു സഹനവും എനിക്ക് ഒരു ഫലമില്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ എത്ര ഉറക്കം മൈക്കിലൂടെ പറയാൻ പറ്റുമോ അത്രയും ഉറക്കം ഞാൻ പറയും. നിങ്ങളുടെ ഏതെങ്കിലും സഹനത്തിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പേടിക്കരുത്, പോയി മരിച്ചേക്കാം, ജീവിക്കണ്ട, തലവര മോശമാ എന്നും എനിക്ക് കയ്പ് മാത്രമേ ഉള്ളൂ പറയരുത്. എല്ലാ സഹനങ്ങളും നന്മയ്ക്കാ. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും വിഷമിക്കുന്നവരുണ്ടെങ്കിൽ ഒരു കാര്യം പറയട്ടെ, അത് നല്ലതിനാണ്. ഇപ്പോൾ ഒരു വിഷമത്തിലൂടെ ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ എന്തായിരിക്കും അവസ്ഥ എന്നോർത്ത് വിഷമിക്കുന്ന ആൾക്കാരില്ലേ, അന്നാ ഒരു കാര്യം കേട്ടോ, അതും നന്മയ്ക്കാ, അതും നന്മയ്ക്കാക്കി മാറ്റും ദൈവം. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ.